ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുൽ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുക. എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്ന മനുഷ്യ? ആ പോയത് നമ്മുടെ മരുമോനാ. അവനെ എല്ലാം സഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ക്ഷമിച്ച് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. അവനെ പോലെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്നിവിടെ ഉപേക്ഷിച്ച് അവൻ പോയാനായിരുന്നു. അതെ, അവനെ പോലെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് അവരും പോയാന്നെ. കാരണം അവന് നാണവും മാനവും ഉണ്ടാവുമായിരുന്നു. ഇവൻ അത് രണ്ടും ഇല്ലല്ലോ. ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കയറില്ലേ മനുഷ്യ എന്നും ചോദിക്കണം. അത് കേട്ടതും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനൊരു കാര്യം ഓർത്തിട്ടാണ് ചിരിച്ചത്. അതെന്താണെന്ന് നീ ഇപ്പം അറിയണ്ട. എന്താന്ന് പറ, എന്നാലല്ലേ ഞങ്ങളും കൂടെ അത് അറിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ വെറുതെ ഭ്രാന്തനാണെന്നേ കരുതൂ. ഞാനത് എന്താണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. നിനക്കതിൽ സന്തോഷം ഉണ്ടാവണമെങ്കിലേ നീ അത് നേരിട്ടറിയണം. അതുകൊണ്ട് ഞാനായിട്ട് പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എന്തായാലും അതിൻ്റെ വാർത്ത കിട്ടും. അപ്പം നിനക്ക് മനസ്സിലാവും. പോരെ? അത് കേട്ടതും ഷെടാ, ഇയാൾക്കിത് എന്താ പറ്റിയേ? എൻ്റെ ശത്രുക്കളുടെ പതനം തുടങ്ങിക്കഴിഞ്ഞടി എന്നും രാഹുൽ. അത് കേട്ടതും ശരി, ഇത് കയ്യിൽ നിന്ന് പോയ കേസാ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. അപ്പോൾ രാഹുൽ, എല്ലാവരും കരുതിയിരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാ. എന്നാ എനിക്ക് ഒരു ഭ്രാന്തുമില്ല. എല്ലാവരെയും ഞാൻ എങ്ങനെ തീർക്കുമെന്ന് കണ്ടോ? ഭ്രാന്ത് പോലെ അഭിനയിച്ച് അവസാനം ഒരു ഭ്രാന്തൻ എല്ലാവരെയും കൊന്നു എന്നുള്ള പേര് എനിക്ക് വന്നാലും കുഴപ്പമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവനെ ഞാൻ തീർക്കും. ആദ്യം ആൽബി, അത് കഴിഞ്ഞ സോണി, അതിനുശേഷം മനോഹർ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഭാരമായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഭാഗത്തേക്ക് എന്ന് ശാരിയോട് മനോഹർ ചോദിക്കുക, എന്തായി അമ്മേ? അച്ഛനോട് അമ്മ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് വല്ലതും പിടികിട്ടിയോ? എൻ്റെ മോനെ എവിടെ നിന്ന്? അയാൾക്ക് ശരിക്കും തലയ്ക്ക് പ്രാന്താ മോനെ. എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. നിങ്ങളൊക്കെ അമേരിക്കയിലേക്ക് പോയാൽ ഈ അമ്മ ആ പ്രാന്തൻ്റെ കയ്യിൽ പെട്ട് ഇല്ലാതാകും. അതുകൊണ്ട് എന്നെ കൂടെ കൂട്ടിയിട്ട് പോണേ മോനെ. ഉറപ്പായിട്ടും കൂട്ടിയിട്ട് പോവുമേ. അമ്മ പേടിക്കൊന്നും വേണ്ട, ചൂടൊന്ന് കുറഞ്ഞോട്ടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം എന്നും മനോഹർ. പിന്നെ അമ്മേ, അച്ഛൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. ആരും അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകരുത്. പോയാൽ ആരെങ്കിലും കൂടെ കൂട്ടി വേണം പോകാൻ. സരിയു മോളെ, നീ പ്രത്യേകം സൂക്ഷിക്കണം. നിൻ്റെ അച്ഛന് എന്നോടും കൂടെ ദേഷ്യമുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ ദേഷ്യം നിന്നോട് തീർക്കും. കാരണം നീ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അതുകൊണ്ട് മനുവേട്ട, എനിക്ക് പേടിയാവുന്നു മനുവേട്ട. എങ്ങനെയെങ്കിലും അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്ത് ചെയ്യാനാ മോളെ? കുഞ്ഞു വാവയായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോകായിരുന്നു. ഇതിപ്പോൾ വണ്ടിയിലും കൂടെ പിടിച്ചു കയറ്റാൻ പറ്റാത്ത സൈസിലല്ലേ നിൻ്റെ അച്ഛൻ ഇരിക്കുന്നേ? അത് ശരിയാ. ഞാനാണ് ഇങ്ങേർക്ക് ഇത്രയും തീറ്റ കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത്. അയാളെ വണ്ണം വെപ്പിച്ച് ഒരുപാട് ഹൈറ്റും വണ്ണവും ഒക്കെ ആയത്. എന്തു ചെയ്യാനാ? ആ ബകാസുരന്ന് വിളിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ കറക്റ്റായിട്ട് തന്നെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുക. പിന്നെ അച്ഛനെ എങ്ങനെയെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം ഇല്ലെങ്കിൽ അത് പ്രശ്നം വഷളാവും. കണ്ടില്ലേ, എന്നെ കടപ്പാര കുത്തി ഇറക്കി കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞിനും എൻ്റെ സരയുനും ഒരാപത്ത് സംഭവിക്കരുത്. മനുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? മനുവേട്ടൻ മരിക്കുന്ന കാര്യം എനിക്കതങ്ങോട്ട് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതും എൻ്റെ അച്ഛൻ്റെ കൈകൊണ്ട്. എൻ്റെ അച്ഛൻ്റെ കൈകൊണ്ട് എങ്ങനെ എൻ്റെ മനുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അയാളെ ഞാൻ കുത്തി കീറി കൊല്ലും. അത് കേട്ടതും അത് ശരിയാ മോളെ. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയ എൻ്റെ മോള് ഭാഗ്യം ചെയ്തവളാ. അത് ഞാൻ ഓർത്തോണ്ട് നടക്കുമ്പോഴാണ് അയാൾ ഇന്ന് എൻ്റെ മോനോട് പറഞ്ഞത് എൻ്റെ മോൻ്റെ നെഞ്ചത്ത് കടപ്പാര കുത്തി ഇറക്കുമെന്ന്. അവനെ ഞാൻ ചോറിൽ വിഷം വെച്ച് കൊല്ലും. എന്തായാലും എനിക്കൊരവസരം കിട്ടിയ ഞാൻ ഇതിനപ്പുറവും ചെയ്യും. വേണ്ടമ്മേ, അതൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിനെ നഷ്ടപ്പെടും. അമ്മ ജയിലിലും പോകും. അതുകൊണ്ട് എന്തായാലും നമുക്കെല്ലാം ക്ഷമിക്കാം. അച്ഛൻ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഗുളിക മേടിച്ചുകൊണ്ട് വന്ന് നമുക്ക് അച്ഛന് കൊടുക്കാം. അതല്ലേ നല്ലത്. അത് കേട്ടതും അത് ശരിയാ മനുവേട്ട. പക്ഷേ ഡോക്ടറിൻ്റെ ചീട്ടില്ലാതെ ആരും മരുന്നും തരില്ല. നമ്മളിപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയാലും രോഗിയെ കൊണ്ടുവരാനേ പറയൂ. ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള പണം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഡോക്ടറെ എങ്ങനെ അച്ഛൻ കണ്ടാൽ പിന്നെ തീരെ പ്രശ്നമാവും. അതുകൊണ്ടാണ്. അതൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങനെ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക. എടാ അമ്മായി അച്ഛാ, എന്നെ താൻ എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും തന്നെ ഞാൻ പ്രാന്തനാക്കിക്കൊണ്ടേയിരിക്കും. താൻ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിൻ്റെ പോക്ക്. അപ്പോൾ സരയു, അമ്മേ, മനുവേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അയാൾ എൻ്റെ മനുവേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ? മോള് ധൈര്യമായിട്ടിരിക്കേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല.
അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ പോലും അയാളെ വെറുതെ വിടില്ല. അമ്മ അയാളെ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലും, അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിയും ഇങ്ങനെ നിൽക്കുക. ഈ സമയം സരയുനാണെങ്കിൽ നല്ല പേടിയായി. ഈശ്വര, എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് എൻ്റെ അച്ഛൻ എന്തായാലും സംഭവിക്കുമോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയും നിൽക്കുക. ഇതേ സമയം പിന്നീട് രജിസ്റ്റർ ഓഫീസിലാണ് കാണുന്നത്. CS ആണെങ്കിൽ ആൽബിയെയും അച്ചായനെയും വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ എടുക്കുന്നില്ല. CS നാണെങ്കിൽ ആകെ ടെൻഷനായി. ഈശ്വര, ഇവരെന്താ ഇത് ഫോൺ എടുക്കാത്ത, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, ഫോൺ കിട്ടുന്നുമില്ലല്ലോ, ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രൂപ അങ്ങോട്ട് വരിക. എന്തായി ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടൻ എന്താ ആലോചിക്കുന്നേ? രൂപേ, അത് പിന്നെ എന്താ ചന്ദ്രേട്ടാ, എന്താണെങ്കിലും പറ. മോളവിടെ ഇരിക്കുന്നുണ്ട്, എന്താ പറ. അത് ഞാൻ അച്ചായനെ ആൽബിയും വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി, ഇതുവരെ ഫോൺ കിട്ടുന്നേ ഇല്ല, നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അത് കേട്ടതും അവരേതെങ്കിലും റോഡ് ടവറില്ലാത്തോട് അടുത്തൂടെ വരുമായിരിക്കും ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അല്ലടോ, നേരെ ഇത്രയായി, അവർ വന്നെത്തേണ്ട സമയം കഴിഞ്ഞു, ഇത്ര നേരമായിട്ടും അവർ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ടാവും. എനിക്ക് പേടിയാവുന്നു രൂപേ, ആൽബിമോൻ്റെ ജീവന് ഭീഷണി ഉണ്ടാവും. കാരണം തൻ്റെ ആങ്ങള വെറുതെ ഇരിക്കില്ല രൂപേ, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനായി. എൻ്റെ ആൾക്കാരെ വിട്ട് ഒന്ന് അന്വേഷിപ്പിക്കാം എന്നൊക്കെ പറയുക. അപ്പോൾ ഹരിയേട്ടനും സാറിങ്ങനെ പേടിക്കാതെ, ഇതെന്താ വെള്ളരിക്ക പട്ടണോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആൽബിമോനും അച്ചായനൊക്കെ നല്ല മനുഷ്യരാ, അവർക്കൊക്കെ ദൈവം കൂട്ടുണ്ടാവും, എന്തായാലും ധൈര്യമായിട്ടിരിക്കും സാറേ എന്നും പറയുക. ഇല്ലടോ, എന്നാലും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പേടി തോന്നുന്നു. അപ്പോൾ കല്യാണി അങ്ങോട്ടേക്ക് വരിക. എന്തു പറ്റി അമ്മേ? ഇതുവരെയും ആൽബിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ. എൻ്റെ ദൈവമേ, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കുവാണോ എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി, എന്താ മോള് കണ്ട സ്വപ്നം? അമ്മേ, അത് പിന്നെ ഞാൻ പറയാം, പക്ഷേ എനിക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ അമ്മേ. എന്താ മോളെ, എന്താണെങ്കിലും പറ. അത് അവർ വരുന്ന വഴി അവരുടെ കാറ് പൊട്ടിത്തെറിച്ചു എന്നാ ഞാൻ കണ്ടത്. ഭഗവാനെ, അങ്ങനെയുള്ള സ്വപ്നമാണോ മോള് കണ്ടത്? അതെ അമ്മേ, അതുകൊണ്ട് അമ്പലത്തിൽ പോയി രാവിലെ തന്നെ അമ്മയോട് പുഷ്പാഞ്ജലി കഴിക്കാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ടും അവർക്ക് ഇത്രയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ദൈവങ്ങളെ ഞാൻ വിളിക്കില്ല. മോൾ ഇങ്ങനെയൊന്നും ദൈവങ്ങളെ പഴിക്കണ്ട. എന്തായാലും നമുക്ക് നോക്കാം, അവർക്കൊരാപത്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അവർ വരും, ധൈര്യമായിട്ടിരിക്കെ. അപ്പോൾ കിരണും, അതെ, എനിക്കും നല്ല പേടിയുണ്ട്. ഈശ്വര, ആൽബിക്കും അച്ഛനും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? ദൈവമേ, എന്താ ഇപ്പോൾ ചെയ്യുക? എങ്ങനെ അവരിവിടെ എത്തിക്കുക? എങ്ങനെയെങ്കിലും അവരിവിടെ എത്തിച്ചേ പറ്റൂ. അപ്പോൾ ചന്ദ്രേട്ടനൊന്ന് വീണ്ടും വിളിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ CS ഫോണെടുത്ത് വീണ്ടും നമ്പർ കുത്തി വിളിക്കുക. കുറേ നേരം ട്രൈ ചെയ്തു, ഇല്ല രൂപേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നോട്ട് റീച്ചബിൾ, സ്വിച്ച് ഓഫ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരൊരിക്കലും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കില്ല രൂപേ. ഇനി അവർ നമ്മളെ പറ്റിച്ചു. എന്ത് വർത്താനായി പറയുന്നേ? അങ്ങനെയൊന്നും നമ്മളെ പറ്റിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല അവർ, മനസ്സിലായോ എന്നും ആ ചേച്ചിയോട് പറയാം, സരസ്വതി ചേച്ചിയോട്. ഈ സമയം ദീപയും, ഈശ്വര ഭഗവാനെ, സോണിമോളുടെ ജീവിതം ആദ്യം തകർത്തതാ എൻ്റെ മോൻ, രണ്ടാമതും അവളുടെ ജീവിതം തകർക്കല്ലേ ഈശ്വരന്മാരെ. നിന്നോട് ഇതിനു വേണ്ടിയല്ലേ നേരം വിളിക്കേ ഞാൻ വന്ന് പ്രാർത്ഥിച്ചത്, നിന്റെ മുൻപിൽ വന്നതെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും നിനക്ക് കുറച്ചും കൂടെ മനസാക്ഷിയില്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും കരയുവാണ്. ഈ സമയം വീണ്ടും രൂപയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കുക, കിട്ടുന്നില്ല. കല്യാണിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കുക, കിട്ടുന്നില്ല. കിരണും ഹരിയേട്ടനും ആച്ചായനും മറ്റുള്ളവരും ഒക്കെ മാറി വിളിക്കുക, ഒരു രക്ഷയുമില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എല്ലാവരും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈശ്വര, എവിടെ പോയിട്ടുണ്ടാവും? അവർക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് രൂപയോട് പറഞ്ഞ് കിരണും CS-ഉം ഹരിയേട്ടനും കൂടെ അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് സോണി ചോദിക്കുക, എന്താമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ, അച്ഛനും ഏട്ടനും ഹരിയങ്ങളും എങ്ങോട്ടാ പോയത്? അവർ ഒരു സാധനം മേടിക്കാനായിട്ട് പോയത് മോളെ. ഇല്ല, നിങ്ങളൊക്കെ കൂടെ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. കുറേ നേരമായി എനിക്കെന്തോ പേടി പോലെ തോന്നുക, എൻ്റെ നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നുണ്ട്. എന്താ പറ്റിയതമ്മേ? എന്താണെങ്കിലും എന്നോട് പറ അമ്മേ. അത് കേട്ടതും രൂപ, മോളെ ഞാൻ പറയാം, പക്ഷെ മോള് വിഷമിക്കരുത്, പറ അമ്മേ, എന്താ പറ്റിയത്? അത് ആൽബിമോനെയും അച്ചായനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാ. അത് കേട്ടതും പേടിച്ചു പോയി സോണി. എന്താ അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇന്നലെ രാത്രി ആൽബേട്ടൻ എന്നോട് സംസാരിച്ചാണല്ലോ, ഇന്ന് രാവിലെയും കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും എന്നെ വിളിച്ചതാണല്ലോ, എന്നിട്ടെന്താ അവർ ഫോൺ എടുക്കാത്തത്? അറിയില്ല മോളെ, ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ മൊബൈല് വല്ല സ്വിച്ച് ഓഫായി പോയിട്ട് അവർ അറിഞ്ഞു കാണില്ല, അതുകൊണ്ടായിരിക്കും. മോള് ധൈര്യമായിട്ടിരിക്കേ, നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ
അമ്മേ, ഇനി അങ്കിൾ വല്ലതും ചെയ്തു കാണോ, ഇല്ലെങ്കിൽ വിക്രത്തിൻ്റെ ആൾക്കാർ വല്ലതും ചെയ്തു കാണോ? എനിക്ക് പേടിയാവുന്നമ്മേ. എൻ്റെ ആൽബേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ള എടുത്തിട്ട്. എന്നാലും ആൽബേട്ടൻ എൻ്റെ ഹസ്ബൻഡായി പണ്ടേ മാറിക്കഴിഞ്ഞായിരുന്നു. എനിക്കൊരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളയാൻ പറ്റാത്തൊരു രൂപമായിപ്പോയി ആൽബേട്ടൻ. അതുകൊണ്ട് ഇനി എനിക്ക് ആൽബേട്ടനെ മറന്ന് ജീവിക്കാൻ കഴിയില്ലമ്മേ. അതുകൊണ്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും. മോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ആൽബിയെയും അച്ചായനെയും ഒക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. മോൾ ധൈര്യമായിട്ടിരിക്കെ. അവർക്ക് എന്താ സംഭവിച്ചെന്നറിയാതെ അമ്മ എനിക്കിങ്ങനെ വാക്ക് തരരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അപ്പോഴും ആൽബേട്ടൻ ഒരു മൈൻഡും ഇല്ലാതെ നടക്കുമായിരുന്നു. എനിക്ക് അമ്മയുടെ ആങ്ങളെയാ പേടി. കാലൻ എല്ലാ സ്വത്തുക്കളും ആൽബേട്ടൻ്റെയും എൻ്റെയും പേരിൽ എഴുതി വെച്ചില്ലേ? അതിൻ്റെ ദേഷ്യം എൻ്റെ ആൽബേട്ടനോട് തീർത്ത് കാണും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൻ എൻ്റെ ആങ്ങളെയായിട്ട് ജീവനോടെ ഉണ്ടാവില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. ഞാൻ നേരെ ചെല്ലും അവൻ്റെ അടുത്തേക്ക്. അവൻ്റെ ചങ്കത്ത് ഞാൻ കുത്തി ഇറക്കും. പിന്നെ എൻ്റെ ആങ്ങളെയെന്ന് ഒരു പരിഗണനയും അവന് ഞാൻ കൊടുക്കില്ല. ഇത് രൂപയുടെ വാക്ക എന്നും പറഞ്ഞുകൊണ്ട് രൂപ സോണിയെ ആശ്വസിപ്പിക്കണപ്പോഴേക്ക് കല്യാണി, എൻ്റെ ആൽബേട്ടൻ, മോളെ നീ വിഷമിക്കാതെ. ആൽബേട്ടന് ഒരാപത്ത് സംഭവിക്കില്ല. ആൽബേട്ടൻ ഇങ്ങോട്ടെത്തും. മോള് ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് കല്യാണിയും. പക്ഷേ എന്ത് ചെയ്യാനാ? എത്രയൊക്കെ ആശ്വസിപ്പിച്ചിട്ടും കാര്യമില്ലല്ലോ. ആൽബിക്കും അച്ചായനും എന്ത് സംഭവിച്ചു എന്നറിയാതെ സോണിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് ആൽബിക്കും അച്ചായനും എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു എപ്പിസോഡ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ആരും മിസ് ചെയ്യരുത്. ബോംബ് പൊട്ടി എന്നുള്ളത് സത്യമാണ്. രാഹുലിന് അജ്ഞാത ഫോൺ കോൾ വന്നു എന്നുള്ളതും സത്യം. പക്ഷേ അവിടെ ആ പൊട്ടിത്തെറിച്ച കാറിനകത്തുണ്ടായിരുന്ന ആൽബിക്കും അച്ചായനും ആൽബിയുടെ മമ്മിക്കും എന്ത് സംഭവിച്ചു? അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇനി സോണിക്ക് ഉറപ്പായിട്ടും ഭാഗ്യമില്ലാത്ത കുട്ടിയാണോ? അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇന്നത്തെ എപ്പിസോഡ് അത്യുഗ്രനായിരിക്കും. നമ്മുടെ ആൽബിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. തൻ്റെ ആങ്ങള കാരണം ആൽബിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങളയുടെ ചങ്കത്ത് കുത്തി ഇറക്കിയിരിക്കുമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് രൂപ. അപ്പോൾ അതൊക്കെ എന്തായിരിക്കും തീർച്ചയായിട്ടും മിസ് ചെയ്തതിനെ കാത്തിരുന്നാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.